ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വെബ്. PSC വെബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCയുടെ മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖാദി ബോർഡ് LDC 12/2019 പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ പാർട്ട് 2 ആണ്. 12/2019 LDC ക്വസ്റ്റ്യൻ പേപ്പർ, ഖാദി ബോർഡ് LDC ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ഭാഗം. ഓക്കെ. PSLV 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത്. PSLV 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത് 2017 ഫെബ്രുവരി 13, 2016 ഫെബ്രുവരി 13, 2017 ഫെബ്രുവരി 15, 2017 മാർച്ച് 5. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2017 ഫെബ്രുവരി 15. 2017 ഫെബ്രുവരി 15. അടുത്ത ക്വസ്റ്റ്യൻ, സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഏതാണെന്നാണ്. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ജിംനാസ്റ്റിക്, ഹോക്കി, ഗുസ്തി, ഡിസ്കസ് ത്രോ. ഉത്തരം ഓപ്ഷൻ സി ഗുസ്തിയാണ്. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഗുസ്തിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം, മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11, അത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. ഓക്കെ. ഇനി നെഹ്റുവിൻ്റെ പുസ്തകമാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഇനി ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ എന്നിവയൊക്കെ ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. ഗാന്ധിജിയുടെ പത്രങ്ങളാണ് ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ. ഓക്കെ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇന്ത്യൻ സ്ട്രഗിൾ, എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യൻ സ്ട്രഗിൾ, അതേപോലെ ഇന്ത്യൻ പിൽഗ്രിം. ഇന്ത്യൻ സ്ട്രഗിളും ഇന്ത്യൻ പിൽഗ്രിമും സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൃതികളാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കൽ, കോസി പദ്ധതി, രാജസ്ഥാൻ കനാൽ, നാഗാർജുന സാഗർ. ഉത്തരം ഓപ്ഷൻ എ ബക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കലാണ്. ഇനി ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ഇനി കോസി പറ്റി നോക്കാം. ഇന്ത്യ നേപ്പാൾ സംയുക്ത പദ്ധതിയാണ് കോസി പദ്ധതി. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത പദ്ധതിയാണ് കോസി പദ്ധതി. ഇനി നാഗാർജുന സാഗർ ഡാം. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? GP പിള്ള, പട്ടം താണുപിള്ള, ഡോക്ടർ പൽപ്പു, K കേളപ്പൻ. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ സി ഡോക്ടർ പൽപ്പു ആണ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടത് 13,176 പേരാണ്. ഈഴവ മെമ്മോറിയലിന് 13,176 പേരാണ് ഒപ്പിട്ടത്. ഈഴവ മെമ്മോറിയൽ 1896 വർഷം. ഇനി മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ള. ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു. ഓക്കെ. തിരുവിതാംകൂർക്കാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിരുവിതാംകൂർക്കാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. വർഷം 1891. 10,028 പേര് ഒപ്പിട്ട നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിൽ 10,028 പേരാണ് ഒപ്പിട്ടത്. ഓക്കെ. മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആനകൾക്കായിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ ആനകൾക്കായിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വയനാട്, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം. ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ടയാണ്. കേരളത്തിൽ ആനകൾക്കായിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ ഗവിയിലാണ് ആനകൾക്കായിട്ടുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി ആന പുനരധിവാസ കേന്ദ്രം, റീഹാബിലിറ്റേഷൻ സെൻറ്റർ, എലഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കൊട്ടൂരാണ്, ട്രിവാൻഡ്രത്താണ്. ഓക്കെ. ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊട്ടൂരാണ്.
ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാടാണ്. ആന പുനരധിവാസ കേന്ദ്രം കൊട്ടൂർ, ആന പരിശീലന കേന്ദ്രം കോടനാടാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ്, മൊറാർജി ദേശായി, നരേന്ദ്രമോദി, അടൽ ബിഹാരി വാജ്പേയി. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ സി നരേന്ദ്രമോദിയാണ്. ഓപ്ഷൻ സി ആണ്, നരേന്ദ്രമോദിയാണ് ആദ്യമായിട്ട് മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. RBI ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ച ഒരേ ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. RBI ഗവർണർ ആയതിനു ശേഷം പ്രധാനമന്ത്രി പദം വഹിച്ച ഒരേ ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം? എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഓപ്ഷൻ എ 1789, ഓപ്ഷൻ ബി 1917, ഓപ്ഷൻ സി 1776, ഓപ്ഷൻ ഡി 1783. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഓപ്ഷൻ എ ആണ് ആൻസർ, 1789. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഇനി ഓപ്ഷൻ ബി നോക്കാം, 1917. 1917 റഷ്യൻ വിപ്ലവം നടന്നത്. റഷ്യൻ വിപ്ലവം നടന്നത് 1917. ഇനി ഓപ്ഷൻ സി 1776. 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം 1776 ജൂലൈ 4. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്? ബ്രിട്ടൻ, US, ചൈന, ഈജിപ്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് രാജ്യത്തിൻ്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്? ഓപ്ഷൻ ബി US-ലാണ്. US-ൻ്റെതാണ്. ഓക്കെ. 50 നക്ഷത്രങ്ങളുള്ളത് US പതാകയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി? കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി? VS അച്യുതാനന്ദൻ, EMS നമ്പൂതിരിപ്പാട്, EK നായനാർ, പിണറായി വിജയൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇനി VS അച്യുതാനന്ദനാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രി ആയത്. VS അച്യുതാനന്ദനാണ് കേരളത്തിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രി ആയത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്സഭയിലെ 0 അവറിൻ്റെ ദൈർഘ്യം? അരമണിക്കൂർ, 1 മണിക്കൂർ, 10 മിനിറ്റ്, 1.5 മണിക്കൂർ. ലോക്സഭയിലെ 0 അവറിൻ്റെ ദൈർഘ്യം 12 മുതൽ 1 മണി വരെയാണ് 0 അവറിൻ്റെ ദൈർഘ്യം എന്നാണ് പറയുന്നത്. കറക്റ്റ് ടൈമായിട്ട് പറയുന്നില്ല. ഓപ്ഷൻ എ അരമണിക്കൂറാണ് ചില സമയത്ത് PSC ആൻസർ കൊടുക്കാറുള്ളത്. ശരിക്കും 12 മുതൽ 1 മണി വരെയാണ് 0 അവറിൻ്റെ സമയം പറയാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡാണ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. സുരംഗ കിണറുകൾ കാണപ്പെടുന്നതും കാസർഗോഡാണ്. സുരംഗ കിണറുകൾ കാണപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. ചോദിക്കാറുള്ളതാണ്. ബേക്കൽ കോട്ട നിർമ്മിച്ചത് ശിവപ്പ നായ്ക്കറാണ്. ബേക്കൽ കോട്ട കാസർഗോഡാണ്. ശിവപ്പ നായ്ക്കറാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചത്. ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കാസർഗോഡാണ്. ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കാസർഗോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാസിസത്തിൻ്റെ വക്താവ്? നെപ്പോളിയൻ, മുസോളിനി, ഹിറ്റ്ലർ, ലെനിൻ. ഫാസിസത്തിൻ്റെ വക്താവ് ഓപ്ഷൻ ബി മുസോളിനിയാണ്. മുസോളിനിയാണ് ഫാസിസത്തിൻ്റെ വക്താവ്. മുസോളിനിയുടെ അർദ്ധ സൈനിക വിഭാഗം അറിയപ്പെടുന്നത് കരിങ്കുപ്പായക്കാർ എന്നാണ്. മുസോളിനിയുടെ അർദ്ധ സൈനിക വിഭാഗം അറിയപ്പെടുന്നത് കരിങ്കുപ്പായക്കാർ. ഇനി നാസിസത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഹിറ്റ്ലർ. നാസിസത്തിൻ്റെ വക്താവ് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറാണ് നാസിസത്തിൻ്റെ വക്താവ്. ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസ് അറിയപ്പെടുന്നത് ഗസ്റ്റപ്പോ എന്നാണ്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെടുന്നത് ഗസ്റ്റപ്പോ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? വൈക്കം സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ, ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. 1936 നവംബർ 12 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിരതിരുനാളാണ്. ഓക്കെ. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഓക്കെ. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇനി വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924.
ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം 1931. അടുത്ത ക്വസ്റ്റ്യൻ, ISRO സ്ഥാപിതമായത്. ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1970, ഓപ്ഷൻ സി 1959, ഓപ്ഷൻ ഡി 1910. ISRO സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ 1969. 1969 ISRO സ്ഥാപിതമായത്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ അല്ലെങ്കിൽ ബംഗളൂരു ആണ്. ISROയുടെ ആസ്ഥാനം ബംഗളൂരു ആണ്. 1969 ആഗസ്റ്റ് 15 ISRO സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, സതീഷ് ധവാൻ, വിക്രം സാരാഭായ്, ബ്രഹ്മപ്രകാശ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. VSSCയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തെ തുമ്പയാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ തുമ്പയാണ്. ഇനി APJ അബ്ദുൽ കലാം, നമുക്ക് എല്ലാവർക്കും അറിയാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാമാണ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായിട്ടിരുന്നത് സതീഷ് ധവാനാണ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായിട്ടിരുന്നത് സതീഷ് ധവാനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല. തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല. ഇതിൽ ആൻസർ കറക്റ്റായിട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരവും കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച ജില്ല പാലക്കാടുമാണ്. ഇനി അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ഇനി കണ്ണൂർ, തെയ്യങ്ങളുടെ നാട്, തറികളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. തെയ്യങ്ങളുടെ നാട്, തറികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കണ്ണൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം. സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദ്ര സേവാഗ്, വിരാട് കോഹ്ലി, സുനിൽ ഗവാസ്കർ. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഇനി 1954 മുതലാണ് ഭാരതരത്ന പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത്. 1954 മുതലാണ് ഭാരതരത്ന പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യമായിട്ട് ഭാരത പുരസ്കാരം നേടിയവർ 3 പേർക്കാണ്. CV രാമൻ, C രാജഗോപാലാചാരി, ഡോക്ടർ S രാധാകൃഷ്ണൻ. 3 പേർക്കാണ് ആദ്യ ഭാരതരത്ന അവാർഡ് ലഭിച്ചത്. CV രാമൻ, C രാജഗോപാലാചാരി, ഡോക്ടർ S രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം. അരുണാചൽ പ്രദേശ്, കേരളം, ആസാം, ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി. എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി. KM പണിക്കർ, VP മേനോൻ, ഫസൽ അലി, BR അംബേദ്കർ. ഉത്തരം ഓപ്ഷൻ ബി VP മേനോനാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് VP മേനോൻ. ഇനി VP മേനോൻ്റെ പ്രസിദ്ധമായ 2 പുസ്തകങ്ങളാണ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സും അതേപോലെ ട്രാൻസ്ഫർമേഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ട്രാൻസ്ഫർമേഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നീ പുസ്തകങ്ങളൊക്കെ VP മേനോൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി. ബ്രിട്ടീഷ്, ഡച്ച്, പോർച്ചുഗീസ്, ഫ്രഞ്ച്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഓപ്ഷൻ ബി ഡച്ചാണ്. 1747 കുളച്ചൽ യുദ്ധം നടന്നത്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 1747 കുളച്ചൽ യുദ്ധം. ഓഗസ്റ്റ് 10 1747 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. നെയ്യാർ, വയനാട്, ചിന്നാർ, പേപ്പാറ.
ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചിന്നാറാണ്. ചിന്നാറാണ് ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശം ചിന്നാറാണ്. അതും ചോദിക്കാറുള്ളതാണ്. കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശം ചിന്നാറാണ്. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. അതും ചോദിച്ചിട്ടുണ്ട്. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. ഇനി കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം? ഭാരതരത്നം, കീർത്തിചക്രം, പത്മശ്രീ, പരംവീർ ചക്രം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഓപ്ഷൻ എ ആണ്, ഭാരതരത്നമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഭാരതരത്നമാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മിലിറ്ററി അവാർഡ് പരംവീർ ചക്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മിലിറ്ററി അവാർഡ് പരംവീർ ചക്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? ജി സുധാകരൻ, എ കെ ബാലൻ, കടകംപള്ളി സുരേന്ദ്രൻ, സി രവീന്ദ്രൻ. ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബംഗാൾ വിഭജനം നടത്തിയത്? കഴ്സൺ പ്രഭു, കാനിങ് പ്രഭു, വില്യം ബെന്റിക്, ലിട്ടൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയത് ഓപ്ഷൻ എ ആണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. 1905 ബംഗാൾ വിഭജനം. കഴ്സൺ പ്രഭുവാണ് നടത്തിയത്. ഓക്കെ, ഇനി കാനിങ് പ്രഭു. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. കാനിങ് പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത്. ഇനി ഓപ്ഷനിലുള്ള വില്യം ബെന്റിക് പ്രഭു. സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. ഇനി ലിട്ടൺ പ്രഭു. നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവാണ്. നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവാണ്. ഓക്കെ, ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് സെക്കൻഡാണ്. അതും ചോദിക്കാറുണ്ട്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. കാനിങ് പ്രഭു ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു. സതി നിരോധിച്ചത് വില്യം ബെന്റിക് പ്രഭു. നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 12/2019 ഖാദി ബോർഡ് LDC ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 50 GK ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പഠിച്ചോളുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.